ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമ്മൾ ഒരാളവിടെ നിന്ന് ഒളിഞ്ഞു നോക്കാൻ അങ്ങോട്ട് വാ. സോ നമ്മൾ അമ്മയ്ക്കാണോടെ ഗൈസ്, ഞാൻ സിനിമാറ്റിക് മോഡിലാണ് എടുക്കുന്നത്. ഓക്കെ, എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഹെയർ എഗെയിൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിലല്ല ജൂൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ മെയ് അവസാനമാണ്. അതായത് ഈ 2003 മെയ് അവസാനമാണ് ഞാൻ ലാസ്റ്റായിട്ട് ഹെയറിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് 2023 ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പം ജൂണിലാണ് ചെയ്യുമെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 മാസമായി. അപ്പം ഞാൻ എഗെയിൻ എനിക്ക് മുടി വളർന്നു. ഇപ്പം ചോദിക്കുക അതിന് മുടി വളർന്നോന്നും അറിയാൻ പറ്റില്ല, ചുരുണ്ടില്ലല്ലാന്ന്. ഞാൻ ഇന്നലെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഫുള്ളും, അതായത് ഇത്ര ഭാഗം ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടാണ് പോയത്. അപ്പം അതിൻ്റെ ഒരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് കുറച്ചുണ്ട്. നമുക്ക് ഹെയർ വാഷ് ചെയ്താലേ നല്ലപോലെ അറിയാൻ പറ്റുള്ളൂ മുടി ചുരുണ്ട. പിന്നെ എൻ്റെ ഡിഷ്കോ ബാർ അടിയിലൊക്കെ നല്ല രീതിക്ക് ചുരുണ്ടിട്ടുണ്ട്. എനിക്ക് ചുരുളണല്ല ഗൈസ് പ്രശ്നം, ചുരുണ്ടിട്ട് ഇതൊരുമാതിരി ഡ്രൈ ആയിട്ടൊരു വല്ലാത്ത രീതിക്ക് കിടക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ പോയി ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളത്. ഞാൻ പിന്നെ വിചാരിച്ചൊരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ടൈമിൽ ചെയ്യാമെന്ന്. പക്ഷെ അതുവരെ ഈ മുടി അങ്ങനെ കുളിച്ചിട്ട് കിടക്കല്ല ഗൈസ്, ഷൊണ്ണിയായിട്ട് കിടക്കണം. അങ്ങനെ ഞാൻ ഷൊണ്ണിക്കുട്ടിയെ ശരിയാക്കാം. അങ്ങനെ ഞാൻ അപ്പം ഹെയർ കെരാറ്റ്, എൻ്റെ ഒരു കാക്ക അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്, കാക്കയിരുന്ന് വിരുന്ന് വിളിച്ചു എന്നായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. അപ്പം നിങ്ങളെല്ലാവരും ചോദിക്കും കെരാറ്റിൻ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ലേ, മുടിയിൽ ചെയ്യണം എന്തിന്? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഒന്നെങ്കിൽ ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനേ നിവർത്തിയുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് പകുതി വരെ ചുരുണ്ടും പകുതി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും, ഭയങ്കര വൃത്തികേടാണ്. ആൻഡ് കെരാറ്റിൻ ഞാൻ കഴിഞ്ഞ വർഷം ബോട്ടോക്സ് ആണ് ചെയ്തത്. പക്ഷേ ബോട്ടോക്സ് എനിക്ക് കുറേ നാൾ ഒരു സ്ട്രെയിറ്റ് ലുക്ക് കിട്ടുന്നു. ഒരു 1.5 മാസം എനിക്കൊരു സ്ട്രെയിറ്റ് ലുക്ക് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കെരാറ്റിൻ ബോട്ടോക്സ് വേണ്ട, എനിക്ക് കെരാറ്റിൻ മതി എന്നുള്ള കാര്യം. കെരാറ്റിൻ ആകുമ്പം നമ്മൾ ഓരോ വാഷ് കഴിയും തോറും ഹെയർ സ്ട്രെയിറ്റനിങ് ലുക്ക് കുറഞ്ഞിട്ട് ഹെയറിനൊരു വേവി ടെക്സ്ചർ കിട്ടുകയും ചെയ്യും, നമുക്ക് നല്ലൊരു അടിപൊളി ഹെയർ കിട്ടുകയും ചെയ്യും. അതാണ് സംഭവം കെരാറ്റിൻ്റെ ഒരു സംഭവം എന്ന് പറയണത്. പിന്നെ പറയുന്ന കാര്യം വെച്ചാൽ കെരാറ്റിൻ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് കെരാറ്റിൻ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ അത് മുടിക്ക് സീനില്ല. ഇപ്പം നിങ്ങൾ പറയും ഇല്ല, ഇപ്പം ഞാൻ പറയുന്നത് സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, അത് സീനാണ്. ഇതിനേക്കാളും ഏറ്റവും നല്ലത് കെരാറ്റിനും ബോട്ടോക്സും എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയണതാണ്. കാരണം സ്മൂത്തനിങ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ കെരാറ്റിനും ഞാൻ ഇന്നേ വരെ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കെരാറ്റിൻ, ബോട്ടോക്സ്, സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്തില്ല ഏറ്റവും എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ സ്മൂത്തനിങ് ചെയ്തതാണ്. അപ്പോൾ സ്മൂത്തനിങ് ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കെരാറ്റിൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടോക്സും അതും സെറ്റാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഫ്രഷ്നെസ് കുറയ്ക്കും, ഹെയർ ഫോൾ കുറച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ഇന്നേ വരെ കെരാറ്റിനും ബോട്ടോക്സും ആയിട്ട് എനിക്ക് ഹെയർ ഫോൾ കുറച്ചു, ഹെയർ ബ്രേക്കേജ് ഒക്കെ കുറച്ചു. കാരണം ഡ്രൈ ആയിട്ട് ഹെയർ ബ്രേക്ക് ആവും, അത് നമ്മളെ കെരാറ്റിനും ബോട്ടോക്സും കുറയ്ക്കും. പക്ഷേ സ്മൂത്തനിങ് നല്ല മുടി കൊഴിച്ചിൽ വരും. മുടി കൊഴിച്ചിൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഭയങ്കര പണിയിട്ടുള്ള സംഭവമാണ് സ്മൂത്തനിങ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കും നമുക്ക് ക്യാൻസറാണ്, ചുമയാണ്. സീരിയസ്ലി ഞാൻ സമയത്ത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ടെസ്റ്റ് ഒന്നുമില്ല, ഞാൻ വൈറ്റമിൻ്റെ ടെസ്റ്റ് അത് ഇത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സ്മൂത്തനിങ് ആണെന്നുള്ളത്. കണ്ട ഇതേപോലെ ചുരുണ്ടിട്ട്, ഇത് രാവിലെ ഞാൻ മോൻ കഴുകിയപ്പം നനഞ്ഞ മുടിയാണ്, ഇതേ കണക്ക് ചുരുണ്ടിട്ടുണ്ട്. അപ്പം നല്ല ചുരുണ്ട് ഭയങ്കര തൊടം വരെ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ആ ഡ്രൈനെസ് ഫ്രഷ്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെരാറ്റിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ആരെയും നിർബന്ധിക്കുന്നുമില്ല, ഞാൻ ചെയ്യണ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പോണത് ട്രിവാൻഡ്രത്തുള്ള റോഷ്നി യൂണിസെക്സ് സലൂണിലാണ് കേട്ടോ ഞാൻ പോണത്. അവിടെ പോയിട്ടാണ് ഞാനിന്ന് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. സോ നമുക്ക് പോകാൻ കഴിയും. കാരണം ഇതൊരു 5 മണിക്കൂർ അടുപ്പിച്ച് വരുന്ന പരിപാടിയാണ്. എനിക്കിവിടെ ഒരു 11 മണിക്കെങ്കിലും എത്തണം. അപ്പം 11 to 12 1 2 2 3 4 4 to 5 എങ്കിലും 5 മണി ഞാൻ തീർന്നിട്ട് എനിക്ക് അവിടെ വേറൊരു പരിപാടിയുണ്ട്. എനിക്കൊരു ചെറിയൊരു ഷൂട്ടുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് വേണം ഈ വീട്ടിൽ വരാൻ. ഓക്കെ, ഫസ്റ്റ് ഗെറ്റ് ടു ദ വീഡിയോ. നമ്മളിവിടെ എത്തി. നമ്മൾ ആക്ച്വലി എൻ്റെ ഹെയർ ചേച്ചി നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഒരു സാധനം പറഞ്ഞു ചേച്ചി വിളിച്ചിരിക്കണം. കമോൺ അറിയിച്ചേ. Then
ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഹെയറിൽ ചെയ്യുന്ന ആളാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കുറേ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊന്നും ഹെയറിൽ കൊടുക്കരുത്, പഴയ മുടി തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് നീ ഒത്തിരി കെമിക്കൽ കണ്ടൻസ് ഉള്ള പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ്സുകളിലേക്കൊന്നും പോകരുത്. അതുപോലെ കളറിങ് ചെയ്യുമ്പോഴും വളരെ കെയർഫുള്ളായിട്ട് കളർ ചെയ്യുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മുടി എന്ന് പറയുമ്പോൾ ഫുള്ള് ഈ ഒരു അവസ്ഥയിലാണുള്ളത്. നല്ല റൂട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പൊതുവെ മുടി എനിക്ക് അവളുടെ പഴയ മുടിയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ എനിക്ക് എന്തായാലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊന്നും ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും റെഫർ ചെയ്യുക ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് തന്നെയായിരിക്കും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല റിവ്യൂ കിട്ടിയൊരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. കാര്യം മുടി വളരുന്നത് ഒന്നാമത്തെ കാര്യം, നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെയർ ഫോൾ റെഡ്യൂസ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്രീസ്നെസ് ഇല്ലാതെ നമുക്ക് സംഭവം ഞാൻ കെരാറ്റിൻ ചെയ്യാനാണ് വന്നത്. അപ്പോൾ ചേച്ചി ഹെയർ നോക്കിയിട്ട് പറഞ്ഞ് MKയുടെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് ബോട്ടോക്സ് ചെയ്യാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഹെയർ കിടക്കും, നാച്ചുറൽ ലുക്കിൽ സെറ്റായിട്ട് കിടക്കുന്നു. നാച്ചുറൽ ലുക്കിൽ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹെയറിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പലർക്കും പലതാണ്. ചില ആൾക്കാർക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് നമ്മളിപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ടാണ് ഹെയർ ഫോൾ ഉണ്ടാകുന്നതെന്ന് ഒരിക്കലും പറയരുത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അതിന് വേറെ പല റീസൺസ് ഉണ്ടാവും. അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് സംബന്ധമായിട്ടുള്ള റീസൺസ് പലരുണ്ടാവും. അതൊന്നും ചിലപ്പോൾ നമ്മളോടൊത്ത് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ കസ്റ്റമേഴ്സ് പറഞ്ഞെന്നിരിക്കില്ല. അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരിക്കലും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ട് ഒരിക്കലും ഹെയർ ഫോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. പിന്നെ പ്രോപ്പർ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ആഫ്റ്റർ കെയർ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആഫ്റ്റർ കെയർ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് നിങ്ങൾക്ക് 1 year ആണ്. 1 year ആണ് ഈ റിസൾട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. അതിന് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഈ ഒരു സലൂണിൽ പിന്നെ വന്ന് സ്പാ ചെയ്ത് അതൊന്നും വേണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വരേ വേണ്ട. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 1 year ഇങ്ങോട്ട് വരേ വേണ്ട. നിങ്ങൾ ഈ ഒരു പറയുന്ന ആഫ്റ്റർ കെയർ നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളത്. പക്ഷെ കെരാറ്റിനാണെങ്കിൽ എനിക്ക് 4 മാസത്തേക്ക് റൂട്ട് വളർന്ന് വരും. പിന്നെ അതുപോലെ തന്നെ അതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വാഷാണ്. ഇപ്പോൾ 45 വാഷ് അല്ലെങ്കിൽ 40 വാഷ് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ ഔട്ടർ ലെയറിൽ ചെയ്യുന്ന ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞ് വരും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ഇന്നർ ലെയറിൽ ചെയ്യുന്ന സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലോക്കാണ്. നമ്മൾ എന്താ പറയുക, കോഴ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് അത് ലോക്ക് ചെയ്ത് 1 yearലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്ന മെത്തേഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് എത്ര വാഷ് കഴിഞ്ഞാലും അതിൻ്റെ ഇത് എഫക്റ്റ് മാറുന്നില്ല. അത് നമുക്കത് ഹെയറിൽ നമുക്കുണ്ടാവും, ഒരു വർഷത്തേക്ക് നമുക്കുണ്ടാവും. പിന്നെ നമുക്ക് ആ ഒരു ഫ്രീ ഹെയറും അല്ലെങ്കിൽ ചെയ്ത ട്രീറ്റ്മെൻറ്റും ആ ലോങ് ലാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ആഫ്റ്റർ കെയർ പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് പോകുമ്പോൾ ആ റിസൾട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആഫ്റ്റർ കെയറുകൾ മസ്റ്റാണ്. നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്തോ അതിൻ്റെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് ലോങ് ലാസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പം അത് നിങ്ങൾ മെമ്മറിയിൽ വെച്ചേക്കുക. ഇപ്പം എന്തായാലും നമ്മൾ പിന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുകയാണ്. ഹെയർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഇത് കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട്. പക്ഷെ എനിക്ക് ഞങ്ങളുടെ ഈ മുടി തന്നെ എനിക്ക് തിരിച്ച് കൊണ്ടുവരണം. ഈ മുടി നമുക്ക് നാച്ചുറൽ മുടി തന്നെ കൊണ്ടുവരണം. അവൾ ഫസ്റ്റ് വരപ്പോഴേ എന്നോട് പറഞ്ഞ കാര്യമാണ്, സ്മൂത്തൻ ചെയ്ത് ഫുള്ള് ഡാമേജ് ആയി പോയ ഹെയറാണ്. അപ്പോൾ നാച്ചുറൽ ഹെയർ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ നമ്മൾ കെമിക്കൽ സർവീസ് ഒന്നും പോകുന്നില്ല. ഈ ഒരു സർവീസ് പോവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നിന്ന് വരുമ്പോൾ അത് നമ്മൾ ആ ഒരു ചെയ്ത സർവീസ് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നുള്ളത് അവൾ തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ സോ ഗൈസ്, ആദ്യം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യും. 3 തവണയാണ് കേട്ടോ. നന്നായിട്ട് ഹെയർ ഷാമ്പൂ ക്ലെൻസറൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കും. അത് MKയുടെ ഷാമ്പൂ വെച്ചിട്ടാണ് നമ്മൾ
ചെയ്യുന്നത്. നമ്മൾ MKയുടെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ബോട്ടോക്സ് ചെയ്യുന്നത്. സോ MKയുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. സോ നന്നായിട്ട് പാത അഴുക്കൊക്കെ കളയാണ്. പിന്നെ ഞാൻ കുളിക്കാതെയാണ് ചെന്നത്. എനിക്കറിയാം എന്തായാലും കഴുകുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ കുളിക്കാൻ പോയത് 3 തവണ നന്നായിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോകണം. നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കും. സോ അതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയണത്. അതിനുശേഷം നമ്മുടെ ഹെയർ നന്നായിട്ട് ഉണക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉണങ്ങുമ്പോഴത്തേക്ക് നന്നായിട്ട് എൻ്റെ ഹെയർ ചുരുണ്ടത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നലെയൊക്കെ ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചോളാം. കാരണം എനിക്ക് ഷൂട്ടറൊന്നും പറയില്ല, സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ആ ഫ്രണ്ട് ക്രൗൺ ഏരിയ ഉള്ളിലോട്ടൊക്കെ നല്ല ചുരുണ്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത്. നല്ല ചുരുണ്ടെന്ന് വെച്ചാൽ പെരിക്കാലട്ടയെ പോലെയാണ് മുടി കിടന്നത്. എണ്ണയും കൂടെ തേച്ച് കൊടുത്താൽ അസിൽ പെരിക്കാലട്ട. ഇതിപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെടുത്തുകൊണ്ടാണ് കുറച്ച് ഭാഗമൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് ഉണ്ടാകും. ഇവിടെയൊക്കെ നല്ല ചുരുണ്ടായിട്ടാണ് ഇരിക്കണം. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഹെയർ ഇതിനേക്കാളും ഡാമേജ് ആക്കും. ഇതാകുമ്പോൾ ഡാമേജ് ഉണ്ടാകത്തില്ല. എനിക്ക് ഇന്നേ വരെ ബോട്ടോക്സോ കെരാട്ടോ ചെയ്തിട്ട് എനിക്ക് ഡാമേജ് ഉണ്ടായിട്ടില്ല. സോ MKയുടെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണത് നമുക്ക് അളന്ന് കാണിച്ചു തരും. അതായത് പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിൽ വെച്ചാണ് എടുക്കുന്നത്. അത് അളന്ന് കാണിച്ചു തരുന്നത്. ഇത് ഹെയർ ബോട്ടോക്സ് ഫോർ പ്രൊഫഷണൽ ഓൺലി 0% ഫോമാൽഡിഹൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ 0% ഫോമാൽഡിഹൈഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇഷ്യൂ വരത്തില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കാം, ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിനുശേഷം എൻ്റെ ഹെയറിൽ ഞാൻ ക്രീം നന്നായിട്ട് അവർ അപ്ലൈ ചെയ്യുന്നു. ഫുള്ള് എനിക്ക് 80 ml ക്രീമാണ് കേട്ടോ എടുത്തത്. ആദ്യം 30, പിന്നെ 30, പിന്നെ 10 വെച്ച് 30 ml ക്രീമാണ് 80 ml ക്രീമാണ് എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തത്. കാരണം ലെങ്ത് കുറവാണെങ്കിൽ നല്ല വോളിയം ഉണ്ടായിരുന്നു. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ വെച്ചാൽ എനിക്ക് വിശക്കണം. രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല. അപ്പം എനിക്കിപ്പം ഇതൊക്കെ കഴിക്കാവൂ. കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാൻ ഫ്രൂട്ട് ബേന്ന് വാങ്ങിച്ചാൽ കുറച്ച് ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് യോഗേർട്ടും പിന്നെ കുറച്ച് മ്യൂസിലിയുള്ള സംഭവമാണ്. അതാണ് കേട്ടോ. കാരണം ഇതേ കഴിക്കാവൂ. കാരണം എന്തെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഗൈസ്. എൻ്റെ കുരുവിൻ്റെയൊക്കെ റീസൺ അതാണ്. ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഞാനത്. ഓക്കെ, അപ്പം ഡോണ്ട് വെറി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുരു ഒന്ന് കുറയട്ടെ. കാരണം കുരു ഒന്ന് കുറഞ്ഞാലേ എനിക്ക് നിങ്ങളുടെ അടുത്ത് അത് വ്യക്തമായിട്ട് എവിഡൻസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പം 1:30 ആയപ്പം ഇതാണ് കഴിച്ചത്. 2 മണി അടുപ്പിച്ചായി കഴിച്ചപ്പോഴത്തേക്ക്. സോ അപ്പം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ക്രീമൊക്കെ നന്നായിട്ട് ഉണങ്ങി. ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം എഗെയിൻ നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യും. ഉണങ്ങാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഡ്രൈ ചെയ്യും. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുടി ഉണ്ടല്ലോ ചകിരി കണക്ക് ഹാർഡ് വാട്ടറിലൊക്കെ നമ്മളെ മുടി കഴുകിയിട്ട് എങ്ങനെ ഇരിക്കും അത് കണക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. സോ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കൊടുത്ത് ക്രീം അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഹെയർ 1/2 മണിക്കൂർ മറ്റേ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഒഴുക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഹെയർ ഡ്രൈ ചെയ്ത് കൊടുക്കും. ഇതാണ് മെയിൻ പ്രൊസീജിയർ വരുന്നത്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഹെയർ നന്നായിട്ട് അയൺ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഹെയർ അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അയൺ ചെയ്യുമ്പോൾ നിങ്ങൾ പുകയും തീയും കൂട്ടി ഒരു കൂട്ടർ പുറപ്പെടണം. അങ്ങനെയൊന്നുമല്ല സംഭവം. ഇത് അയൺ ചെയ്യണം. അയൺ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കുറേ പേര് വിചാരിക്കുന്നത് നമ്മുടെ ഹെയർ തുമ്പിൽ നിന്നാണ് വളരണം. ഒരിക്കലുമല്ല, റൂട്ടിൽ നിന്നാണ് വളരണം. അപ്പോൾ ഇത് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മുടി ഒരിക്കലും വളരാതിരിക്കുന്നതിന് വളരും, നന്നായിട്ട് വളരും. എനിക്കത് ഞാൻ ഇപ്പോൾ വളർന്നുകൊണ്ടാണല്ലോ ഞാൻ എഗെയിൻ പോയി ചെയ്തത്. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണെന്നോ വളരുമ്പോൾ എൻ്റെ ലെങ്ത് കുറയും. കാരണം ചുരുണ്ട മുടിയില്ല, അപ്പോൾ കുറച്ചുകൂടെ ചുരുളും. ഇപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ നെട്ടിപ്പോയി. ഇത്രയും നീളം വെച്ചാണ് മുടി. അത്രയ്ക്ക് നല്ല നീളം ഉണ്ടായിരുന്നു. ഓക്കെ, നന്നായിട്ട് ഓരോ സെക്ഷൻ എടുത്തിട്ട് ഇതൊരു 1 hour ഒരു 1.5 hour അതൊക്കെ ഹെയറിൻ്റെ ലെങ്ത് വോളിയൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ഈ സ്ട്രെയിറ്റിങ് പരിപാടി, അയണിങ് പരിപാടി. ഈ മണപ്പിച്ച് എന്താണെന്നല്ലോ കോടാലി തൈലുണ്ടാണ്. രാവിലെ ഒന്നും കഴിക്കാതിരുന്നപ്പോഴേ എനിക്ക് ചെറുതായിട്ട് തലവേദന എടുത്തു തുടങ്ങി. ഞാൻ കോടാലി തൈലൊക്കെ മണപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ അയണിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് ചോദിക്കും. എൻ്റെ റേറ്റ് അല്ല നിങ്ങളത്. കാരണം എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹെയറിൻ്റെ ലെങ്തും വോളിയും എനിക്ക് എടുക്കുന്ന പ്രോഡക്റ്റ് അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലെങ്ത്തുള്ള ഹെയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വോളിയം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ മേ ബി എൻ്റെ അത്ര റേറ്റ് ആവണമെന്നില്ല. സോ അപ്പോൾ അത് ഓരോ ലെങ്ത് അനുസരിച്ചാണ്. ഞാൻ റോഷ്നി ചേച്ചിയുടെ സലൂണിലെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കാം. ഹെയർ കട്ടൊക്കെ ഞാൻ അവിടെയാണ് ചെയ്ത് അടിപൊളിയാണ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹെയർ. ഇതെന്ന് പറയുന്നത് വാഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ഹെയറാണ്. ഞാൻ വാഷ് ചെയ്യണം. ഇത് കഴിഞ്ഞ് നമ്മൾ അയണിങ് ചെയ്തതിന് ശേഷമുള്ള ഹെയറാണ്. നെക്സ്റ്റ് അയണിങ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ വാഷ് ചെയ്യും. വാഷ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല സിൽക്കി ടെക്സ്ചറിലോട്ട് വരണം. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അറിയാൻ വേണ്ടിയിട്ട് പറ്റണോ നമ്മുടെ ഹെയർ ഇത്രയും സെറ്റായ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് പറ്റണത്. അപ്പോഴാണ്
ആദ്യം ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യും, അതിനുശേഷം നമുക്ക് മാസ്ക് ഇട്ടാണ് വാഷ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഹെയർ. സത്യം പറഞ്ഞാൽ ഭയങ്കര സിൽക്കി ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല ഭയങ്കര സോഫ്റ്റ് ഷൈനി ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ട് കിടന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ബാക്ക് കൂടെ കാണിച്ചു തരാം. സൂപ്പറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക, ആരും നിർബന്ധിക്കില്ല. എനിക്കിത് നല്ല ഫോമാൽഡിഹൈഡൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റ് അടിപൊളിയായിട്ട് ചെയ്ത് സോ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതിന് ശേഷം ചേച്ചി എനിക്ക് പ്രോഡക്റ്റ് ഷാമ്പൂ കണ്ടീഷണറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഷാമ്പൂ കണ്ടീഷണറൊക്കെ കാണിച്ചു തരാം. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക, അടിപൊളി സർവീസ്. ഗൈസ് ഇന്നലെ വന്നിട്ട് എനിക്ക് സത്യം പറയാം ലാസ്റ്റ് അതെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ വന്ന ഉടനെ മുഖം കഴുകി ഒരു ഉറക്കിറങ്ങി ഗൈസ്. അമ്മാതിരി ക്ഷീണോ. എനിക്ക് അലഞ്ഞോണ്ടൊക്കെ ഉച്ചക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് എനിക്ക് അലഞ്ഞപ്പോഴത്തേക്ക് തലവേദനയൊക്കെ ആയിപ്പോയി. സോ ഞാൻ വന്ന് ഇപ്പം എണീച്ച് കുളിച്ച് സെറ്റായി. കാരണം ഇന്ന് എനിക്കൊരു ഫോട്ടോഷൂട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം എന്തൊരു ബഹളം, ഞാൻ അതാണ് നോക്കിയത്. ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു ഫോട്ടോഷൂട്ടുണ്ട്. അങ്ങനെ ഞാൻ കുളിച്ച് നമുക്ക് റെഡി ആവാനുണ്ട് ഗൈസ്. സോ ഇത് ഞാൻ ചെയ്ത കാര്യമാണ്, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഷ്നി ചേച്ചിയുടെ അവിടെ പോയി ചെയ്യാൻ. കാരണം MKയുടെ പ്രോഡക്ട്സ് ബേസ്ഡാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിനകത്ത് ഫോമാൽഡിഹൈഡ് ഇല്ല. സോ എനിക്ക് അവിടെ നിന്ന് ചേച്ചി ഒരു ഷാമ്പൂവും കണ്ടീഷണറും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ, ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് MKയുടെ തന്നെ. അപ്പോൾ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. സോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇത് അടിപൊളിയാണ്. ഞാനിങ്ങനെ നോക്കി MKയുടെ പ്രോഡക്ട്സിൻ്റെയൊക്കെ സംഭവം. ഞാൻ നൈറ്റിയൊക്കെ തിരിച്ചാനായിട്ടേക്കണമെന്ന് വയ്യ. എനിക്ക് വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് വേണം. എനിക്ക് 3 മണിയൊക്കെ ആകുമ്പോൾ ഫോട്ടോഷൂട്ടിന് പോകണം. സോ ഗൈസ് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത്.